വിശദമായി നമ്മൾ കടക്കുകയാണ്. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. 10 മണിയോടുകൂടി പ്രവേശനോത്സവം ആരംഭിക്കും. എന്തായാലും കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കുമ്പോൾ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ സമയക്രമവും അങ്ങനെ സമഗ്രമായ മാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് ഇത്തവണ തുടക്കമാകുന്നത്. 10ാം ക്ലാസ്സിൽ റോബോട്ടിക്സ് പഠന വിഷയമാകുന്നതും ശ്രദ്ധേയമാണ്. സാരംഗ് സുധാകരനും ഡാനി പോളുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം സാരംഗ് സുധാകറിലേക്ക് പോവുകയാണ്. സാരംഗ്, സ്കൂളുകളിലേക്ക് ഇപ്പോൾ കുട്ടികൾ എത്തുന്ന ഒരു സമയമാണ്. എങ്ങനെയാണ് ഇപ്പൊ എവിടെയാണ് സാരംഗ് ഉള്ളത്? ഞങ്ങൾ കോട്ടൺ ഹിൽസ് LP സ്കൂളിലാണ് നിലവിലുള്ളത്. ഇവിടെ കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഗോപിനാഥ് മുദ്ഗാഡാണ്. അദ്ദേഹത്തിന്റെ ഒരു മാജിക് ഷോയോട് കൂടിയാണ് ഇവിടെ കുഞ്ഞുങ്ങളെ വരവേൽക്കുന്നത്. മാത്രമല്ല നമുക്ക് കാണാൻ കഴിയും കുട്ടികളൊക്കെ വേദിയിലേക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഒപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കും മറ്റുമൊക്കെ, അതായത് ഇത്രയും ദിവസം 2 മാസം കാണാത്ത വിധത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്കൊക്കെ ടൗണിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം കുട്ടികളെ കൃത്യസമയത്ത് സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് രക്ഷിതാക്കളെല്ലാം. ചിലരൊക്കെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുട്ടികളെല്ലാം കുട്ടികളെല്ലാം വളരെ ആകാംക്ഷയോടെയും പിന്നെ അതേപോലെ തന്നെ സങ്കടത്തോടെയൊക്കെ വന്നിരിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബാഗ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ സമ്മാനങ്ങളും മറ്റ് കലാപരിപാടികളും, അങ്ങനെ വിപുലമായ പരിപാടികളാണ് ഇവിടെ കോട്ടൺ ഹിൽസിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ LP സ്കൂൾ ആയതിനാൽ ഇവിടെ കാര്യമായ മറ്റേ ടൈമിങ്ങിലും കാര്യങ്ങളിലും സമയക്രമത്തിലൊന്നും മാറ്റങ്ങളൊന്നും നിലവിലില്ല. UP സ്കൂളിലും ഹൈസ്കൂൾ മുതലാണ് ഇത്തവണ സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. 9:45 മുതൽ അതേപോലെ 4:15 വരെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് സ്കൂൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിപുലമായ പാഠ്യേതര പദ്ധതികളാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. അതിന് ലഹരിയും മറ്റ് സാമൂഹ്യ വിപത്തുകളൊക്കെ നേരിടുന്നതിന് വേണ്ടിയുള്ള വിപുലമായ പദ്ധതികൾ, 2 ആഴ്ചത്തോളം നീണ്ടു നിൽക്കുന്ന ക്ലാസുകളും മറ്റും നല്ല പൌരന്മാരായി വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നുള്ള തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ വിപുലമായ പരിപാടികൾ, പാഠ്യവിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള പാഠ്യേതരം നല്ല പൌരന്മാരെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നുള്ള ലക്ഷ്യം വെച്ചുള്ള പരിപാടികളാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. പ്രവേശനോത്സവം ഔദ്യോഗികമായി സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത് ആലപ്പുഴയിൽ വെച്ചാണ്. അതിനുശേഷം അത് തത്സമയ സംപ്രേഷണം ചെയ്ത ശേഷമാകും മറ്റുള്ള എല്ലാ സ്കൂൾ തലത്തിലുള്ള പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. നിലവിൽ ഇവിടെ കോട്ടൺ ഹിൽസിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഗോപിനാഥ് മുദ്ഗാഡാണ്. അദ്ദേഹത്തിന്റെ മാജിക് ഷോ ഉണ്ടാവും എന്ന് നമ്മൾ കരുതുന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വേദിയിലേക്ക് വന്ന് ഇരിക്കുന്നതേയുള്ളൂ. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നാണ് സാരംഗ് നമുക്കൊപ്പം ചേർന്നത്. അവിടെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. അവിടെ 10 മണിയോടുകൂടി സംസ്ഥാനതല ഉദ്ഘാടനം നടന്നതിന് ശേഷമാണ് സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിലെല്ലാം ഇത്തരത്തിൽ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം നടക്കുക. മജീഷ്യൻ ഗോപിനാഥ് മുദ്ഗാഡാണ് അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. നമുക്ക് എറണാകുളത്തേക്ക് കൂടി ഒന്ന് പോകാം. ഡാനി ഇപ്പോൾ ഉണ്ട് നമുക്കൊപ്പം. ഡാനി, ഏത് സ്കൂളിലാണോ ഉള്ളത്? അവിടെ കുട്ടികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഇന്ന് നല്ല രസമുള്ള കുറെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ആദ്യമായി 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ LKGയിലോ ഒക്കെ ചേരാൻ വരുന്നതിന്റെ സങ്കടത്തോടുകൂടി ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ട് എത്തുന്ന കുറെ കുരുന്നുകളെ കാണാം. അതോടൊപ്പം അല്ലെങ്കിൽ പുതിയ ബാഗും പുത്തനുടുപ്പും ഒക്കെ ഇട്ട് സ്കൂളിലെത്തി കൂട്ടുകാരെയൊക്കെ കാണുന്നതിന്റെ സന്തോഷമുള്ള കുറെ പേരെ കാണാം. അങ്ങനെ വ്യത്യസ്തമായ കുറെ മുഖങ്ങൾ, രസമുള്ള കുറെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. തീർച്ചയായും. കാരണം ഈ ദിവസം വളരെ സന്തോഷത്തിൻ്റെതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ പലപ്പോഴും നേരത്തെയും വിദ്യാലയങ്ങൾ തുറക്കുന്നു, അത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴേക്ക് വരുമ്പോഴേക്ക് ഇവിടെ നോക്കുക, ഞാനുള്ളത് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലാണ്. 1ാം ക്ലാസ്സിലേക്ക് എത്തിയ കുരുന്നുകൾ കിരീടമൊക്കെ വെച്ച് ചിരിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന, കാരണം അങ്ങനെ ഒരു കരച്ചിലിൻ്റെ അന്തരീക്ഷം ഏതായാലും ഇപ്പോഴില്ല. വളരെ സന്തോഷത്തോടു കൂടി നോക്കുക, എല്ലാവരും വളരെ കിരീടമൊക്കെ ചൂടി സന്തോഷിച്ച് പുതിയ ബാഗ് എല്ലാ കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ സമയം ഏതായാലും ചിരിക്കുന്ന മുഖങ്ങൾ തന്നെയാണ് എല്ലാവരിലുമായിട്ടുള്ളത്. കിരീടങ്ങളൊക്കെ ചൂടി എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇനി അതിനപ്പുറത്തേക്ക് വരുമ്പോഴേക്കും അവിടെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. മോളെ പുതിയ ബാഗ് വാങ്ങിച്ചോ? ചിരിച്ചിരിക്കല്ലേ?
അങ്കിളായിട്ട് കരയിപ്പിക്കല്ലേ എന്നല്ലേ? അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആ കുട്ടികൾ തന്നെയാണ് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നെല്ലാം തന്നെ പറയുന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് TJ വിനോദ് MLA ആണ്, എറണാകുളം MLA ആണ്. അത് ചടങ്ങ് കുറച്ച് സമയത്തിനകം തന്നെ കഴിയും. ഹലോ, പിടിക്കായിട്ടുണ്ടല്ലോ. എല്ലാം ഇഷ്ടമുള്ള ദശ. കൂട്ടുകാരായോ? ഇവിടെ ആര്യ നോക്കൂ, നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്വാഭാവികമായി ഈ ദിവസത്തിൻ്റെ അകമ്പടി എന്നെല്ലാം പറയുന്ന കരച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാം മിടുക്കന്മാരും മിടുക്കികളും എല്ലാമായിട്ട് എവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ, മുഹമ്മദ് അമാൻ ജാമിൻ ആർ. ഇഷ്ടമായോ ക്ലാസ്സിലേക്ക് വന്നിട്ട്? എന്തൊക്കെയാ വാങ്ങിച്ചു? പുതിയ കുടയും ബാഗൊക്കെ ഉണ്ടോ? സന്തോഷമായി? ബാഗ് പടം എന്താ യൂണിക്കോണ്ട്. പാവയും പേരെന്താടാ? എന്തായാലും ആര്യ, ഈ രീതിയിലുള്ള സന്തോഷമുള്ള കാഴ്ചകളെല്ലാം തന്നെയാണ് ഇവിടെയുള്ളത്. ഇത് കുറച്ച് സമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഇവിടേക്ക് അപ്പുറത്തേക്ക് ഉദ്ഘാടന ചടങ്ങെല്ലാം നടക്കുന്നിടങ്ങളിലേക്കെല്ലാം തന്നെ കൊണ്ടുപോകും. അതിനുശേഷം ഇന്ന് പ്രവേശനോത്സവം നടക്കുന്നുണ്ട്. ഈ എല്ലാ ക്ലാസ്സുകളിലെയും തന്നെ ആദ്യഘട്ടത്തിലേക്ക് എത്തിയ കുട്ടികൾ ഈ കുരുന്നുകൾക്കൊപ്പം തന്നെ ഉണ്ടാകും. അതിനുശേഷം ഉദ്ഘാടനം കാര്യങ്ങളും എല്ലാം തന്നെ അവിടേക്ക് നടക്കും. തിരിച്ച് ഈ ക്ലാസ്സുകളിലേക്ക് എത്തും. ഇന്ന് അവിടേക്ക് മറ്റ് മാതാപിതാക്കൾക്കൊപ്പം തന്നെ പോകാൻ കഴിയുമെന്നാണ് അധ്യാപകർ അറിയിക്കുന്നത്. കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം വീണ്ടും നാളെ മുതൽ പഴയ അധ്യയന ദിവസത്തിലേക്കെല്ലാം തന്നെ നടക്കും. എല്ലാവരും വളരെ സന്തോഷത്തോടെ പുതിയൊരു ലോകത്തിലേക്ക് ചുവട് വയ്ക്കുന്നു എന്നത് സന്തോഷകരമായ കാഴ്ചകൾ തന്നെയാണ്. ഡാനി, ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലങ്ങളിലെ പോലെ അല്ല, 1-ാം ക്ലാസ്സിലേക്ക് നേരിട്ട് സ്കൂളിൽ എത്തുന്ന കുട്ടികളല്ല മിക്കവാറും എല്ലാവരും തന്നെയും ഇത്തരത്തിൽ LKGയും UKGയും ഒക്കെ കടന്ന് 1-ാം ക്ലാസ്സിൽ എത്തുന്ന കുട്ടികൾ. അപ്പോൾ സ്കൂളിൽ പോയിട്ടുള്ള പരിചയമൊക്കെ എല്ലാവർക്കും ഉണ്ട്, ക്ലാസ്സിലിരുന്നൊക്കെയുള്ള. അതുകൊണ്ടായിരിക്കും പണ്ടത്തെ പോലെ ഈ ആദ്യമായിട്ട് ക്ലാസ്സിലെത്തുമ്പോൾ ഉള്ള കരച്ചിലും ബഹളമൊന്നും ഇപ്പോൾ അങ്ങനെ കാണാൻ കഴിയാത്തത്. എന്തായാലും കുട്ടികൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് സന്തോഷമുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്രമായ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ അധ്യയന വർഷം തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനോടും കൂടി നമുക്ക് ചോദിക്കാം, ഈ പാഠപുസ്തകം പഠിപ്പിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റ് തലത്തിലുള്ള ക്ലാസ്സുകളൊക്കെയും ഒരു നല്ല പൗരനായി വളരാൻ, നല്ല വ്യക്തിയായി വളരാനുള്ള ക്ലാസ്സുകളൊക്കെയും കുട്ടികൾക്ക് അവിടെ നൽകി തുടങ്ങുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. അത് ഈ 1-ാം തലം തൊട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനോടും കൂടി ചോദിക്കാമെന്ന്. തീർച്ചയായും ആര്യ, കാര്യം അത് ചോദിക്കേണ്ടത് തന്നെയാണ്. അപ്പം ആര്യ സൂചിപ്പിച്ചതുപോലെ കളിയും അല്ലെങ്കിൽ അത്തരം കരച്ചിലും എല്ലാം തന്നെ താഴ്ന്ന ക്ലാസ്സുകളിൽ നിന്ന് വെച്ച് തന്നെ അവരത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ അവരത് പരിചയസമ്പന്നരായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ടീച്ചറെ, തയ്യാറെടുത്തോ? കഴിഞ്ഞോ? കുട്ടികളെ ഇനി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം? അതെ, അങ്ങോട്ട് കൊണ്ടുപോകണം സാറേ. നമ്മുടെ എന്തായാലും കുട്ടികളൊക്കെ നല്ല വളരെ മിടുക്കി. ഇതിൽ ഇപ്പോൾ ഈ പുതിയ ചില മാറ്റങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ, അധ്യയന പാഠ്യാവലിയെല്ലാം സംബന്ധിച്ച് പാഠ്യാവലിയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും കൂടുതൽ എന്തെങ്കിലും കുട്ടികൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? കാരണം ഒരു അടിസ്ഥാനത്തിലെല്ലാം തന്നെ അവർ ഒരുക്കിയെടുക്കുക എന്നത് പ്രാഥമിക തലം മുതൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. എങ്ങനെയാണ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ 1-ാം തരം എന്നെല്ലാം? സാറേ, കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് അക്ഷരങ്ങളും ഇതുപോലെ കളിയിലൂടെയും ചിരിയിലൂടെയും അവർ ടെൻഷനില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഭയങ്കര പ്രഷറും പിള്ളേർക്ക് മൊബൈലിൻ്റെ അഡിക്റ്റും. അപ്പോൾ പിള്ളേർ പ്രകൃതിയോടും മറ്റുള്ളതിലൂടെയൊക്കെ ചേർന്ന് കളിയിലൂടെയും ചിരിയിലൂടെയും പോകണം എന്നുള്ള ഒരു ഇതിലൂടെയാണ് ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷം. ടീച്ചർ പറഞ്ഞതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഉള്ള ഒരു അതിസമ്മർദ്ദവും അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോണുകളോടാണ്